വി അൻവർ നമ്മൾ ഇന്ന് രാവിലെ വരെ സംസാരിച്ചു. അൻവറിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ അൻവറിൻ്റെ കുഴപ്പങ്ങളെ എന്നാൽ ചില കാര്യങ്ങളിൽ അതിലൊരു നല്ല വശമുണ്ട്. അപ്പോൾ ഈ അൻവറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും തലമുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൻവർ വീണ്ടും പലതും വിളിച്ചു പറയുമെന്നുള്ള ഭീഷണി മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സതീശനിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം അത് ഈ അൻവറിനെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയാണ്. കാരണം അൻവർ പുറകെ നടന്നതാണ്, പക്ഷേ അൻവറിന് പ്രവേശനം കിട്ടിയില്ല എന്ന് കരുതി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പത്രിക സമർപ്പിക്കുക വരെ ചെയ്തിട്ടുള്ള അൻവർ ഇപ്പോൾ പറയുന്നു എൻ്റെ കയ്യിൽ പലതുമുണ്ട്, LDFനെതിരെയും UDFനെതിരെയും അല്ലേ, അതൊക്കെ വിളിച്ചു പറയുമെന്ന് പറയുന്നു. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അപ്പം തന്നെ ഇതൊക്കെ വിളിച്ചു പറയലാണോ അൻവറിന്റെ ജോലി എന്ന് ചിന്തിച്ചു പോവാ? അതേപോലെ ഈ സ്വഭാവമുള്ള വേറൊരാളുണ്ട്. ആരെന്നറിയാം? നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരാളുണ്ട്. അദ്ദേഹം ഇപ്പൊ മൂലക്കിരിക്കുക. അതാരാ? PC ജോർജ്. PC ജോർജ് അല്ലേ? അത് ശരിയാണ്. എന്റെ നിരീക്ഷണം തെറ്റോ ശരിയോ? അദ്ദേഹം ശരിയാണ്, അദ്ദേഹം പലതും വിളിച്ചു പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആളുണ്ട്. പിന്നെ ഈ പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു രീതി കുറച്ച് നാട്ടുഭാഷയാണ്. ഇപ്പൊ മണിയാശാന്റെ നമുക്ക് നാട്ടുഭാഷ എന്ന് പറയുന്നത് നമ്മൾ മണിയാശാന്റെ കാര്യമൊക്കെ പറഞ്ഞ് സഹിക്കുന്നുണ്ട്. മണിയാശാൻ പറയുന്നതല്ല PC പറയുന്നത്, PC പറയുന്നതല്ല അൻവർ പറയുന്നത്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഇത്തരത്തിൽ സംസാരിച്ച് മൂലക്കിരുന്ന ആളാണ് PC ജോർജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അൻവറിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷയം വെച്ചാൽ അൻവർ നമ്മൾ ഈ അങ്ങാടിയിൽ നാട്ടുമ്പുറത്തെ അങ്ങാടിയിൽ മാങ്ങ വയ്ക്കാതിരിക്കുന്ന ചേച്ചിയും തേങ്ങ വയ്ക്കാതിരിക്കുന്ന ചേച്ചിയും ഉണ്ടാവും. ഇവർ തമ്മിൽ ദോസ്തായിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഈ ദോസ്ത് അടി ആകുമ്പോഴത്തേക്ക്, എടി നിനക്ക് ഞാൻ പഴങ്കഞ്ഞി വീട്ടിൽ വന്ന് തന്നയാരടി, നിനക്ക് ഓർമ്മ ഉണ്ടാടി മറ്റവളെ സരോജിനി എന്ന് പറഞ്ഞ് വഴക്ക് കൂടും. ഇതാണ് ചന്തക്കാരെന്ന് വേണ്ട, ഇത് പൊതുവിൽ എല്ലായിടത്തും ഇങ്ങനെ മിക്കവാറും ആളുകളിൽ ഇങ്ങനെയാണ്. ഈ ചന്തക്കാരി സംസ്കാരം എന്നാണ് തന്നെ നാട്ടുഭാഷയെ പറയുന്നത്. ചന്തക്കാരുടെ സംസ്കാരം, അതിലേക്ക് തരം താണിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയം. അത് PV അൻവർ എന്നല്ല, സതീശൻ എന്നല്ല, എന്തിന് CPM നേതാക്കൾ പിണറായി വിജയൻ വരെ ഊറിച്ചിരിച്ചുകൊണ്ട് പറയും. പിണറായി വിജയൻ ഒരുപാട് പറയില്ല, പിണറായി വിജയൻ ഊറിച്ചിരിച്ചുകൊണ്ട് പറയും. ഇച്ചിരി കൊള്ളുന്ന രീതിയിൽ അൻവർ ഞങ്ങളെ കുറേ ഇതാക്കും എന്നാ TV വെക്കാൻ പറയടോ. ഇത് കണ്ണൂരിൻ്റെ ഒരു സ്റ്റൈലാണ്, കണ്ണൂരിൻ്റെ ഭാഷയും. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വികാരവും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഒരു പത്രപ്രവർത്തകർ അഭിമുഖം എടുക്കാൻ ചെന്നപ്പോൾ ചോദിച്ചു, സാറിന് ദുഃഖം അലട്ടാറില്ലേ? എനിക്ക് ദുഃഖം അലട്ടാറില്ല, സന്തോഷം അലട്ടാറില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും തന്നെ എന്നെ അലട്ടാറേ ഇല്ല. അപ്പോൾ സാറ് ഫ്രീ ബേഡാണോ? അങ്ങനെയും അല്ല. അപ്പോൾ സാർ അങ്ങനെ എയറിൽ ഇങ്ങനെ നടക്കുന്ന ആളാണോ? അതുമല്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ PV അൻവർ ഇപ്പം വീണ്ടും ഒന്ന് തലവൊക്കി എന്ന് പറയുമ്പോൾ അൻവറിന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാകും. അതിലൊന്ന് അദ്ദേഹം വെടിവെട്ടിച്ചിട്ടുണ്ട്. അതായത് നവകേരള സദസ്സിൽ റിയാസ് പലരുടെയിൽ നിന്നും അപേക്ഷ വാങ്ങിച്ചത് പണം വാങ്ങിച്ചിട്ടാണെന്ന്. കരാറുകാരിൽ നിന്ന് പണം വാങ്ങിച്ചു. കരാറുകാരിൽ നിന്ന് കരാറുകാർ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ റിയാസ് എങ്ങനെ വാങ്ങിക്കാതിരിക്കും? അത് നമുക്ക് പറയാം. റിയാസിനെ ഇപ്പൊ പറയാൻ പോകുന്നതായിരിക്കും. റിയാസിനെ ഇങ്ങോട്ട് കൊണ്ട് തന്നതാണ്, ഞാൻ കയ്യിൽ വാങ്ങിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ നമ്മൾ ഓരോ വ്യക്തികളാണ്, നമ്മളുമായി ഇൻവോൾവ് ആയ ഒരു വിഷയത്തിൽ നമുക്ക് ചോദിക്കാതെ തന്നെ ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. നമ്മുടെ അടുത്ത് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ന ഒരു സാധനത്തെ കുറിച്ചൊരു ലേഖനം നമുക്ക് വേണം. പ്രജിതയോട് പറയുന്നു, അയ്യപ്പദാസിനോടും പറയുന്നു. നമ്മൾ രണ്ടുപേരും എഴുതുന്നു, നമുക്ക് പ്രതിഫലേച്ഛയേ ഇല്ല, നമ്മൾ എഴുതി കൊടുക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫോൺ വരുന്നു, അയ്യപ്പദാസ് ഒരു 250 രൂപ അയച്ചിട്ടുണ്ട്, ആ മറ്റേ പ്രജിത എന്ന് പറയുന്ന ലേഡിയുടെ അഡ്രസ്സ് എന്ന് അതിൽ കൂടെ അയച്ചു കൊടുത്തേക്കാം. സംഭവം നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരിതാണ്. ഇത് ഈ പറയുന്ന പോലെ ഈ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമകൾ ചെന്ന് ഇദ്ദേഹത്തിനെ കണ്ടുപോയെന്നും നവകേരള സദസ്സിൽ റിയാസിനെ കണ്ടുപോയെന്നും അവർ നൽകിയ പരാതിക്ക് പണം വാങ്ങി എന്ന് പറയുന്നത് ചിലപ്പോൾ ജെന്യൂൻ കേസും ആകാം. കാര്യം ഈ സർക്കാർ കാശ് കൊടുക്കാനുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. ഈ ഊരാളുകൾ മാത്രമേ ഉള്ളൂ അവർ കാശ് കൃത്യമായിട്ട് കൊടുക്കുന്നത്. അതായത് റിയാസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കരാറുകാരോട് പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ എനിക്കറിയാം, ഞാൻ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ട്, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കത്ത് എഴുതുന്നതിന്റെയൊക്കെ സംഭവമൊക്കെ പറഞ്ഞായിരുന്നു. ബിജുവിന്റെയും അല്ലാതെയും ഒക്കെ അതൊരു പ്രമുഖ മാധ്യമ പ്രവർത്തനമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഉണ്ടാകും.
കാര്യം അവർ തന്നെ പ്രജിത ഒരു കാര്യം വേറെ തുറന്നു പറഞ്ഞുതരാം. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അണിയറ രഹസ്യം അങ്ങാടിപ്പാട്ടാകുന്നത് കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോഴാണ്. ഏതൊരു പാർട്ടിയിലും അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു പാർട്ടി അംഗമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ചതിക്കുന്ന സ്വഭാവം ഇല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഈ കൂടെ നിൽക്കുന്ന എനിക്കൊരു സീറ്റ് മോഹം ഉണ്ടായിരുന്നു. ഈ സീറ്റ് മോഹം എൻ്റെ സീറ്റ് മോഹം തട്ടിത്തെറിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കൂടെ നിന്നവരെല്ലാം കൂടെ എന്നെ ചതിച്ചതിൻ്റെ രേഖകൾ വയ്ക്കും. അപ്പോൾ റിയാസിന് ഇത്തരത്തിൽ റിയാസിൻ്റെ കൂടെ നിന്നവർ നവകേരള സദസ്സിൽ ഉണ്ടായിരുന്ന ഇങ്ങനെ വന്ന അത് ജെന്യൂനിറ്റിയുള്ള കേസായിരിക്കാം. ചിലത് ഊരാളുങ്കലിന് മാത്രമേ ഇവർ കാശ് കൊടുക്കുള്ളൂ. ഊരാളുങ്കലാണല്ലോ സർക്കാരിൻ്റെ ഖജനാവിലുള്ളതിൻ്റെ കാശും സർക്കാരിൻ്റെ കാശും ഉള്ളത് ഊരാളുങ്കലിലാണ്. അപ്പോൾ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട തന്നെ ഏതെങ്കിലും കേസുള്ള കൊച്ചു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരിക്കും. സാറേ, ആ ഊരാളുങ്കലിന് കാശ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, സാറേ അതൊന്ന് വാങ്ങിച്ചു തരണം. ഊരാളുങ്കലാണ് ഞങ്ങളെ. ഇപ്പോൾ ചില കമ്പനികൾ അടങ്കലെടുത്തിട്ട് സബ് കമ്പനികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ മെയിൻ കമ്പനി ഊരാളുങ്കലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഊരാളുങ്കലാവുമ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നത് ശരിയാവണമെന്നില്ല, ലോജിക്കായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ ആ ഊരാളുങ്കലാണോ, ഞങ്ങൾ സംസാരിക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് എത്ര തരും, ഇതായിരിക്കും സംഭവിക്കുക. ഇതെന്നാലും കൈക്കൂലിയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സാധനങ്ങളുടെ എവിഡൻസ് ഇപ്പം പിന്നെ മൊബൈൽ ക്യാമറ, മൊബൈൽ ചതിയൊക്കെ അറിയാമല്ലോ. വലിയ കാര്യമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ നമ്മൾ വിളിക്കും, എടേ നീ എന്തിനാ മറ്റടുത്ത് പോവാത്ത. അപ്പം നമ്മുടെ വിടുവായുള്ള ഒരുത്തനാണെങ്കിൽ, നാവ് കൺട്രോളിലെത്തവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ അങ്ങനെ ഇവ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിന്റെ തന്തയെ വിളിച്ച്, നിന്റെ വീട്ടിലിരിക്കണവരെ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ള ലോകത്ത് പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത് അതല്ല, റിയാസ് വാങ്ങിയ പോലും ഇല്ല പോലും, ഞാൻ ചോദിക്കാൻ വന്ന വിഷയം അതല്ല. റിയാസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളായിരിക്കും. പക്ഷെ അൻവറിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം, ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇത്രയും ദിവസം കൊണ്ട് അൻവറിനൊരു സഹതാപ വോട്ട് കിട്ടാനുള്ള സാധ്യതയും ഇപ്പോൾ അതും പോകുന്നു. മാത്രമല്ല, അൻവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് താൻ രാഷ്ട്രീയക്കാരനാകാൻ പറ്റിയ ഒരാളല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. താൻ ഈ പണിക്ക് താൻ യോജിച്ചവനല്ല. അത് കറക്റ്റായിട്ട് പറയുന്നത് ആദ്യമേ പറഞ്ഞു. ഞാനത് പറയാൻ പറയായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു PC പറയുന്നുണ്ട്, പക്ഷെ PC എത്രയോ നാൾ കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ടാകാം. അത് കറക്റ്റാണ്. PC എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ നമ്മുടെ മൂന്നാർ ഓപ്പറേഷൻ ഉണ്ടല്ലോ, മൂന്നാർ ഓപ്പറേഷനൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS-ന് കിട്ടുന്നതിനേക്കാൾ രേഖകൾ PC ജോർജിന് കിട്ടുമായിരുന്നു. എൻ്റെ കൂടെ അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന പ്രമുഖരായ റിപ്പോർട്ടേഴ്സ് പലരും ലീഡ് എടുക്കുന്നത് PC-യെ വിളിച്ചിട്ടാണ്. അച്ചായ എന്നാ ഉണ്ട് അച്ചായ എന്ന് ചോദിച്ചാൽ വിളിക്കുന്നത്. അത് കറക്റ്റാ, നീ പറഞ്ഞോളൂ. അപ്പോൾ അല്ല, PC ഈ പറയുന്നത് പോലെ PC ഇപ്പോഴും ഒരു വാ തുറന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അത് ഒരാളെ താറടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. ഇത് അൻവർ എന്ന് പറയുന്നത് ഞാനും ചേട്ടനും തമ്മിൽ ഉടക്കി, ഞാൻ പറയാണ് ചേട്ടന്റെ ഈ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പൊ പുറത്തു വിടും. അതൊരു മാന്യതയില്ല. എനിക്ക് ചേട്ടനെ തകർക്കണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം, രാഷ്ട്രീയമായിട്ട് തകർക്കണം. അതാണ് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ഇത്രയും നാളത്തെ ഇനിയിപ്പോ അദ്ദേഹം ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അദ്ദേഹം ഒരാൾക്ക് മുന്നിൽ എത്താൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ട് തകർക്കണം. അതിൽ എന്താ പറയാ, കൊള്ളിയും കൊള്ളിവെപ്പും വെച്ചുകൊണ്ടല്ല. ബിസിനസ് പരമായിട്ട് തകർക്കാൻ, രാഷ്ട്രീയമായിട്ടായാലും ബിസിനസ് ആണെങ്കിൽ ബിസിനസ് കാര്യം. ഒരാളിപ്പോ നടത്തുന്ന ബിസിനസ് പൊളിക്കാൻ പല മാർഗങ്ങളും. ഒരാളെ തീർക്കാൻ, നേരെ നിന്ന് ഒരാളെ തീർക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നിൽ നിന്ന് കുത്താൻ എളുപ്പമാണ്. ഇപ്പോ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനും എളുപ്പമാണ്. ഇത് അൻവർ അദ്ദേഹത്തിന് ഉണ്ടായി. ഇപ്പൊ അദ്ദേഹം സ്ഥാനാർത്ഥിയോടായ സ്ഥിതിക്ക് അങ്ങാടിയിൽ TV വെച്ച് കാണിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കാനുള്ളൊരു കാര്യം, ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി CPM ആണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി CPM ആണ് എന്നുള്ളത് മാത്രമല്ല, ചേട്ടൻ എപ്പോഴും അത് പറയും. ഞാൻ പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഭരണത്തിലില്ലെങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കാനായിട്ട് അൻവറിനെ പോലെ ഒരാൾ നടക്കില്ല, ഒരിക്കലും കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും അവർ ഭരണത്തിൽ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് സംഘടനാ ബലമുണ്ട്. ഈ പറയുന്ന പാർട്ടിയെ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയുന്ന പലരും ഇന്നും അസൂയപ്പെടുന്നത് മാത്രമല്ല, വോട്ട് കുത്തുമ്പോ
അറിയാതെ കുത്തിപ്പോകും. അറിയാതെ കുത്തിപ്പോകുന്നത് അത് അവരുടെ സംഘടനയോടുള്ള അവന്റെ താല്പര്യം. അതെ, അത് അൻവറിനെ പോലെ ഒരാൾ പുറത്തു നിന്ന് വന്ന് പറഞ്ഞത് കൊണ്ട് മാറാനൊന്നും മാറിപ്പോകുന്നില്ല. പോകുന്നില്ല. അത് അവർക്ക് ഉള്ളിൽ തോന്നുന്നവരാണ്. തീർച്ചയായിട്ടും. ഇനി എൻ്റെ പാർട്ടിയിൽ കാര്യമില്ല, എൻ്റെ പാർട്ടി ഞാൻ ചിന്തിച്ചതിനപ്പുറം പോയി കഴിഞ്ഞു, ഇനി അതിൽ രക്ഷയില്ല എന്ന് തോന്നിയവരാണ് മാറിക്കുത്തിയിട്ടുള്ളത്. അവരെ കുറ്റം പറയുകയല്ല, അതെ. അങ്ങനെ മാറിക്കുത്തും. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് എല്ലാ പാർട്ടിയിലും ഒരു ഉണ്ട്. എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നുണ്ട്. കോൺഗ്രസിലും ഉണ്ട്. അതെ. പക്ഷേ അൻവറിനെ പോലെ ഒരാൾ വന്നിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പുറത്ത് ആളുകൾ മാറ്റിക്കുത്തുമെന്ന് ഒരിക്കലും അൻവർ വിചാരിക്കരുത്. അതെ, ഇത്തരത്തിൽ അത് ടിവി വെച്ച് പാർട്ടി വേറെയാണ്, അത് തീർച്ചയായും, പാർട്ടി തീർച്ചയായും. CPM ആണ്. അത് ഈ പറയുന്ന RSS BJP ക്കൊക്കെ ആയാലും അവരുടെ ഒരു സംഘടനയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യമാണ്. പക്ഷെ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത് ആ കരുത്ത് തന്നെ, ആ കരുത്താണ്. സംഘടനാ കരുത്ത് നഷ്ടപ്പെട്ടു. കോൺഗ്രസിനെ വെച്ച് തുലനം ചെയ്തുകൊണ്ട് അൻവർ ഇപ്പുറത്ത് CPM വെച്ച് കളിക്കരുത്. തീർച്ചയായിട്ടും. അല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഞാൻ പറയാമെന്ന് അതാണ്, ഇത്തരത്തിൽ ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് 10 കൊല്ലമായി നിൽക്കുന്ന കോൺഗ്രസിനെ കുറിച്ചോ ഇദ്ദേഹം അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്ന് പറയുമ്പോൾ, ഇദ്ദേഹം കേവലം ഒരു MLA ആയിരുന്നു. വെറും ഒരു CPMന്റെ സ്വതന്ത്രനായ ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞാലും, ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും, ഇന്നിപ്പോൾ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ പിന്നിൽ നിന്ന് കുത്തലിൻ്റെയും കൂടെ ലോകമാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അത് ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത്തരത്തിൽ പലതും തൻ്റെ കയ്യിലുണ്ട്, താൻ ആ രേഖകൾ പുറത്തുവിടുന്ന പറയുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് സുഖിക്കാനാണത് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ പടുകൂടിയിലേക്ക് വീഴുന്നതിന് തുല്യമാണ്. പിന്നെ റിയാസിൻ്റെ കാര്യം പറഞ്ഞു. റിയാസിൻ്റെ ഉൾപ്പെടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചന്തക്കാരി സംസ്കാരം അദ്ദേഹം പിന്നെയും കാണിക്കുമെന്നുണ്ടെങ്കിൽ അത് ഇതിന് കിട്ടാൻ യോഗ്യതയുള്ള വോട്ട് പോലും കിട്ടാതെ പോകുമെന്നേ നമ്മുടെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ നമുക്ക് തോന്നുന്നത്, അല്ലേ?